Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. ഭക്ഷണം കഴിച്ചു എല്ലാവരും? ഇല്ല മിസ്സേ. Good morning, Miss. Good afternoon. Good afternoon. Good afternoon. Miss food കഴിച്ചോ? കഴിച്ചു. ഞങ്ങളോട് ഒരു മണിക്ക് ഫുഡ് കഴിക്കും. എന്ത് പറ്റി നിഷ? സ്ക്രീൻ കാണാമോ നിങ്ങൾക്ക്? സ്ക്രീൻ കാണാമോ? PDF കാണാം, ma'am. Okay. So, ഡെവലപ്മെന്റിൽ നമ്മള് ലൈഫിന്റെ ഭാഗമാണ് കവർ ചെയ്തത് അല്ലേ? ഇങ്ങനെയാണ് ഒരു പ്രോസസ് നമ്മൾ നോക്കിയായിരുന്നു. Then ഇത് കൃത്യമായി വായിച്ചു നോക്കിയായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നോ നോട്ട്സ്? ഇനി പീരീഡ് ഓഫ് ദ അവർ, പീരീഡ് ഓഫ് ദ അവർ, കോൺസെപ്ഷൻ ടു ദി എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക് പറഞ്ഞിട്ടില്ലല്ലോ? പീരീഡ് ഓഫ് ദി അവർ. ഇനി കുഞ്ഞുണ്ടാകുന്ന ഒരു എങ്ങനെയാണ് ഒരു കുഞ്ഞിന്റെ ജീവൻ, എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? അതിന്റെ പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആഫ്റ്റർ ദ എഗ് ഈസ് liberated from the ovary. ഒരു സെക്കൻഡ്, നമ്മൾ കുറെ കാര്യങ്ങൾ വിട്ടുപോയല്ലോ. പ്രെയർ പാടില്ല. ആരാ പ്രെയർ പാടുന്നത്? പ്രെയർ മറന്നുപോയോ നിങ്ങള്? ഞാൻ പഠിച്ചായിരുന്നു മിസ്, മറന്നു. ആർക്കും അറിയില്ല പ്രെയർ? മിസ് ഞാൻ പാടാം. പാടി. Oh my God,
Bless my parents, bless my teachers, bless my friends, bless my study, and bless me. Amen. കേൾക്കുന്നില്ല കേട്ടോ. ഹലോ, കേൾക്കുന്നില്ല. ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേൾക്കാം. പഠിക്കും. Oh my God, bless my parents, bless my teachers, bless my friends, bless my study, and bless me. Amen. കഴിഞ്ഞു മിസ്. ഓക്കെ. ഇനി ഈ പാരഗ്രാഫ് ഒന്ന് ആരെങ്കിലും ഒന്ന് വായിച്ചേ. പീരീഡ് ഓഫ് ദ അവർ അത് വായിച്ചേ ആരെങ്കിലും. After the egg is liberated from the ovary, it moves into the fallopian tube. It stays there for about 24 hours, waiting for a single sperm to fertilize it. Within 24 hours of being fertilized, it begins dividing very fast into many cells. It keeps dividing as it moves slowly through the fallopian tube to the uterus and attaches to the lining of the uterus. This is called implantation. Here it is continues to grow. At the point of implantation, the placenta, from which the umbilical cord extends to the fertilized ovum, develops. This way, the fertilized ovum zygote receives nutrition from the bloodstream of the mother. ഓക്കെ. എന്താണ് ഇവിടെ പറയുന്നത്? പീരീഡ് ഓഫ് ദ ഓവം അല്ലെ? കൺസെപ്ഷൻ ടു ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക്. എന്താണ്? ഗർഭധാരണത്തിന്റെ 2 ആഴ്ചയുടെ അവസാനത്തെ സെക്കൻഡ് വീക്ക് അല്ലെ? അവസാനത്തെ വീക്ക്, അവസാനം വരെ 2 ആഴ്ചയുടെ അവസാനം വരെയുള്ള ഒരു പീരീഡ് ആണ് പറയുന്നത്. അതായത് after the eggs liberated from the ovary, it moves into the fallopian tubes. എന്താണ് എഗ് എന്ന് പറയുന്നത്? എഗ് എന്താണ്? അണ്ടം അല്ലെ? ഈ അണ്ടം എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? മൂവ് ഇൻ ടു ദ ഫാലോപ്പിയൻ ട്യൂബ് അല്ലെ? നമ്മുടെ ഫാലോപ്പിയൻ ട്യൂബിലേക്കാണ് ഈ അണ്ടം മൂവ് ചെയ്യുന്നത്. Then it stayed there for about 24 hours. ഈ മൂവ് ചെയ്ത അണ്ടം ഈ ഫാലോപ്പിയൻ ട്യൂബില് എത്ര സമയം നിലനിൽക്കുന്നുണ്ട്? 24 അല്ലെ? 24 മണിക്കൂറിലാണ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഫോർ എ സിംഗിൾ സ്പെർം ടു ഫെർട്ടിലൈസ്. ബീജ സങ്കലനത്തിന് വേണ്ടിയിട്ട് സ്പെർമിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഒരു 24 hours അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ. Within 24 hours of being fertilized, എന്താണ് 24 മണിക്കൂർ ശേഷം എന്താണ് സംഭവിക്കുന്നത്? ഫെർട്ടിലൈസ് ചെയ്യും. അത് ബീജസങ്കലനത്തിലൂടെ ഫെർട്ടിലൈസ്ഡ് ആവുന്നു. പിന്നെന്താണ്? അത് വളരെ വേഗത്തില് എന്ത് ചെയ്യുന്നു? ഇറ്റ് ബിഗിൻസ് ഡിവൈഡിങ് വെരി ഫാസ്റ്റ് ഇൻടു മെനി സെൽസ്. എന്താണ്? അത് പല കോശങ്ങളായിട്ട്, മെനി സെൽസ് ആയിട്ട് അത് വിഭജിക്കപ്പെടുന്നു അല്ലെ? ഡിവൈഡ് ചെയ്യപ്പെടുന്നു. ഇറ്റ് കീപ്സ് ഡിവൈഡിങ് ആസ് ഇറ്റ് മൂവ് slowly through the fallopian tube into the uterus and attaches to the lining of the uterus. എന്താണ്? ഈ സെൽസുകൾ പലതായി ഡിവൈഡ് ആയതിനു ശേഷം എന്താണ്? ഇത് പതിയെ പതിയെ സ്ലോലി മൂവ് ചെയ്ത് ഫാലോപ്പിയൻ ട്യൂബിൽ കൂടി യൂട്രസിൽ അറ്റാച്ച് ചെയ്യപ്പെടുന്നു. യൂട്രസിന്റെ ലൈനിങ്ങിൽ അല്ലെ? യൂട്രസിന്റെ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്യുന്നു. ഈ ലൈനിങ് പൊട്ടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കുന്നു? നമ്മളെങ്ങനെ പീരീഡ്സ് ആവുന്നത്? യെസ്. ഈ ലൈൻസ് യൂട്രസിലെ ലൈൻസ് പൊട്ടുന്ന സമയത്ത് എന്താണ്? പീരീഡ്സ് ആവുന്നത്. അവിടെ ഫെർട്ടിലൈസ് ആവുന്ന സമയത്താണെങ്കിലോ അവിടെ അത് കുഞ്ഞാകുന്നത് അല്ലെ? ഒരു ഗർഭധാരണത്തിന്റെ ഒരു കാലഘട്ടമായി മാറും. ദിസ് ഈസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. ഇതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി അത് പറഞ്ഞു തരാം കേട്ടോ. Here it is continues to grow അല്ലെ? പിന്നീട് അത് വളരാൻ തുടങ്ങുന്നു. At the point of implantation, the placenta develops അല്ലെ? ഇംപ്ലാന്റേഷന് ശേഷമാണ് എന്ത്?
അത് വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പൊസിഷനാണ് എന്ത് പറയുന്നത്, പ്ലസന്റ എന്ന് പറയുന്നത് അല്ലെ. ഈ പ്ലസന്റ ഏതുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? From which the umbilical cord extend to the fertilized ovum അല്ലെ. നമ്മളുടെ പൊക്കിൾ കൊടിയുമായിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. umbilical cord എന്ന് പറഞ്ഞാൽ എന്താണ്? പൊക്കിൾ കൊടി. ഓക്കെ. In this way the fertilized ovum, അതായത് നമ്മുടെ സൈഗോട്ട്, receive nutrition from the bloodstream of the mother. അപ്പൊ കുഞ്ഞിന് ന്യൂട്രീഷൻസ്, പോഷകങ്ങൾ ലഭിക്കുന്നത് എവിടെ നിന്നിട്ടാണ്? പ്ലസന്റയിൽ കൂടിയിട്ടാണ് കുഞ്ഞിന് പോഷകങ്ങള്, ന്യൂട്രിയൻസ് ലഭിക്കുന്നത്. ഓക്കെ. എന്താണ് സംഭവിക്കുന്നത്? ആഫ്റ്റർ ദ എഗ് ഈസ് ലിബറേറ്റഡ്, എന്താണ്, എഗ് അണ്ടാശയത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുന്ന സമയത്ത് അത് ഫാലോപ്പിയൻ ട്യൂബിൽ കൂടി മൂവ് ചെയ്തുകൊണ്ട് അത് 24 മണിക്കൂർ അവിടെ സ്റ്റേ ചെയ്യുന്നു അല്ലെ. 24 മണിക്കൂർ അതവിടെ സ്റ്റേബിൾ ആയി നിൽക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഒരു ബീജസങ്കലനം നടക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നു. ദെൻ പിന്നീട് എന്താണ്, ഇത് വളരെ വേഗത്തിൽ പല കോശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നു. ദെൻ ഫാലോപ്പിയൻ ട്യൂബിൽ കൂടി ഗർഭപാത്രത്തിൽ സാവധാനം നീങ്ങുകയും ഗർഭപാത്രത്തിന്റെ ഒരു അറ്റത്ത് അല്ലെങ്കിൽ ഒരു ലൈനിങ്ങിൽ ആ ഒരു ഭാഗത്ത് അത് പറ്റിപ്പിടിച്ച് വളരാനും ആരംഭിക്കുന്നു. ഓക്കെ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അത് എന്തായിട്ടാണ്? പ്ലസന്റയുമായിട്ട് അവിടെ ഒരു കണക്ഷൻ വരുന്നത് അല്ലെ. പ്ലസന്റ എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇനി കുഞ്ഞിന് ന്യൂട്രീഷൻസ് കിട്ടുന്നത് ഏതിൽ നിന്നുമാണ്? മദർ അല്ലെ. ന്യൂട്രീഷൻസ് റിസീവ് ചെയ്യുന്നത് പ്ലസന്റയിൽ കൂടിയാണ് അല്ലെ. ഓക്കെ. ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പൊ അതാണ് ഒരു പീരീഡ് ഓഫ് ദ ഓവം എന്നല്ലേ. ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന പീരീഡ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സിൽ കൂടിയാണ്. അത് ഏത് കാലഘട്ടത്തിലാണ് നടക്കുന്നത്? കോൺസെപ്ഷൻ ടു ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക്. ഗർഭധാരണത്തിന്റെ ഏത് ആഴ്ചയിലാണ് നടക്കുന്നത്? ഏതാഴ്ചയിലാണ്? End of the second എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്കിലാണ് ഈ ഗർഭധാരണം നടക്കുന്നത്. ഓക്കെ. അടുത്തതാണ് നമ്മൾ പറഞ്ഞത് പീരീഡ് ഓഫ് ദി ഓവം. ഇനി പീരീഡ് ഓഫ് ദി എംബ്രിയോ. പീരീഡ് ഓഫ് ദി എംബ്രിയോ. എംബ്രിയോ എന്താണ്? എംബ്രിയോ ഭ്രൂണം. ഭ്രൂണത്തിന്റെ ആ ഒരു കാലാവധി അല്ലെങ്കിൽ ഭ്രൂണത്തിന്റെ കാലഘട്ടം എങ്ങനെയാണ്? പീരീഡ് ഫ്രം 2nd to the 8th week and after the conception. ഏത് കാലയളവാണ് പറയുന്നത്? പീരീഡ് ഫ്രം 2nd to the 8th week after conception. എന്താണ്? ഭ്രൂണത്തിന്റെ കാലയളവ് ഗർഭധാരണത്തിന് 2 ആഴ്ച മുതൽ 8 ആഴ്ച വരെയുള്ള ഒരു പീരീഡ് അല്ലെ. 2 ആഴ്ച മുതൽ 8 ആഴ്ച വരെയുള്ള ഒരു കാലയളവാണ് അല്ലെ ഭ്രൂണത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഈ ഒരു കാലഘട്ടം എത്ര മന്ത് ആയിട്ട് പറയാൻ പറ്റും? ഈ വീക്സ് എത്ര മന്ത് ആയിട്ട് ഉദ്ദേശിക്കാം? 40 weeks. എന്തോ? മന്ത് എത്ര മാസമായിട്ട് ഇതിന് കണക്ക്? 1.5 മാസം. 2 മാസം. 2 മാസം അല്ലേ. 2 മാസം ഭ്രൂണത്തിന്റെ കാലയളവ് 2 മാസം. ഫോർ ദ ഫസ്റ്റ് 2 months അല്ലെ. പ്രഗ്നന്റ് ആയ ഒരു ഫസ്റ്റ് 2 months the new life called embryo. ആ ന്യൂ ലൈഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എംബ്രിയോ അല്ലെ. ഭ്രൂണത്തിൽ എന്താ ഉള്ളത്? ഭ്രൂണത്തിൽ എന്താ ഉള്ളത്? കുഞ്ഞ്. ഓക്കെ. അപ്പോ ന്യൂ ലൈഫ് ആണ്. 2 monthsന് ശേഷമുള്ള ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെ പറയുന്നതാണ് embryo എന്ന് പറയുന്നത്. During this period, all important external and internal resources start to develop and function. എന്താണ്? During this period, all important external and internal resources start to develop and function. ഈ ഒരു പീരീഡിലാണ് എന്ത് സംഭവിക്കുന്നത്?
എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടുള്ള ഫങ്ഷൻസ് അല്ലെ ഇതിന്റെ ഡെവലപ്പ് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പൊ ഇതില് വരുന്നത്? made such as blood cells, bones, muscles അല്ലെ? എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നത്? blood cells, bones, ഇതിന്റെ blood cells, bones, muscles. എന്നിവ അവരുടെ ഫങ്ഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എന്താ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ. By 8 weeks, the tiny heartbeat beating for almost a month. ഇനി ഏതൊരു ടൈം തുടങ്ങിയാണ് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏതൊരു ടൈം തുടങ്ങിയായിരിക്കാം? 8 weeks. ശേഷം ചെറിയത് ടിനി എന്ന് പറഞ്ഞാൽ എന്താണ്? ടിനി ചെറിയ തരത്തിലുള്ള ഹാർട്ട് ബീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ. The lungs, liver, stomach, brain start to form and sex organs are developed enough to determine the sex embryo. ഈ ഒരു ടൈമിലാണ് എന്തൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്? ലങ്സ് അല്ലെ, പിന്നെ ശ്വാസകോശം, ലിവർ, സ്റ്റൊമക്ക്, ബ്രെയിൻ. ബ്രെയിൻ എന്താണ്? തലച്ചോറ് അല്ലെ. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ടൈമില് എന്താണ് ഡെവലപ്പ്. പിന്നെന്താണ്? സെക്സ് ഓർഗൻസ് അല്ലെ. സെക്സ് ഓർഗൻസുകള് രൂപപ്പെടുന്ന സമയത്താണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാവുന്നത് ഈ ഒരു ടൈമിലെ സ്കാനിങ്ങിലാണ് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും, അത് അവരുടെ പ്രാക്ടിക്കൽ ലെവൽ വെച്ചിട്ട് അവർക്ക് അറിയാൻ സാധിക്കും. സെക്സ് ഓർഗൻസിൽ നോക്കിയിട്ട് അതാണാണോ പെണ്ണാണോ എന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയാൻ സാധിക്കും. ഓക്കെ. അപ്പൊ ഒന്നുകൂടി പറഞ്ഞേ, എന്താണ് പീരീഡ് ഓഫ് എംബ്രിയോയിൽ വരുന്നത്? For the first 2 months എന്തൊക്കെയാണ് നടക്കുന്നത്? ഈ പീരീഡിലാണ് ഇന്റേണൽ ആൻഡ് ഇന്റേണൽ ഫങ്ഷൻ ഡെവലപ്പ് ആവുന്നത്. ബേബിയുടെ ഫങ്ഷൻസ് ഡെവലപ്പ് ആവുന്നു. ബ്ലഡ് സെൽസ്, ബോൺസ്, മസിൽസ് എല്ലാം അവിടെ ഹാർട്ട് ബീറ്റ് മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. പറയുന്നുണ്ടോ? റസീന പറയുന്നുണ്ടോ? കേൾക്കുന്നില്ല കേട്ടോ. ഫോർ ദ ഫസ്റ്റ് 2 months, ആദ്യത്തെ 2 മാസം അവിടെ ആണെങ്കിൽ എക്സ്റ്റേണലും ഇന്റേണലും ആയിട്ടുള്ള ഡെവലപ്മെന്റ് കുഞ്ഞിന് നടക്കുന്നു. അതായത് സെൽസുകൾ അവിടെ ഡിഫറെൻറ്റ് സെൽസുകൾ, അതായത് ബ്ലഡ് സെൽസ്, ബോൺ സെൽസ്, മസിൽസ് ഒക്കെ അവിടെ ഡെവലപ്പ് ആകുന്നു. ബൈ 8 week ദ ടൈനി ഹാർട്ട് ആൻഡ് ബീൻ ബീറ്റിംഗ്, അതായത് ഒരു 8 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേനും ഒരു ചെറിയ രീതിയിലുള്ളൊരു ഹാർട്ട് ബീറ്റ് നമുക്ക് അവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഫോർ ഓൾമോസ്റ്റ് മന്ത് ദ ലങ്സ്, ലിവർ, സ്റ്റൊമക്ക് ആൻഡ് ബ്രെയിൻ സ്റ്റാർട്ട്. അതുപോലെ തന്നെ ലങ്സിൻ്റെ പ്രവർത്തനം, ലിവറിൻ്റെ പ്രവർത്തനം, നമ്മുടെ തലച്ചോറിൻ്റെ ഒക്കെ പ്രവർത്തനം, പിന്നെ നമ്മുടെ സെക്സ് ഓർഗൻസ് ഒക്കെ അവിടെ ഡെവലപ്ഡ് ആവുന്നു. അങ്ങനെ കുഞ്ഞാണാണോ പെണ്ണാണോ നമുക്ക് മനസ്സിലാക്കാൻ ആ ഒരു ഡെവലപ്മെന്റ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു 2 monthsന്റെ ഇടയിൽ 3 monthsന്റെ ഇടയിലാണ് ഇത് ഈ ഒരു ഡെവലപ്മെന്റ്സ് കുഞ്ഞിനെ ഉണ്ടാകുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണോ? പീരീഡ് ഓഫ് എംബ്രിയോ ക്ലിയർ ആണോ? അതെ, ക്ലിയർ ആണ്. യെസ് എന്നാണോ നിങ്ങൾ പറഞ്ഞത്? യെസ്, ക്ലിയർ ആണ് മിസ്. ഇനി പീരീഡ് ഓഫ് ദ ഫോർച്ചേഴ്സ് ഫ്രം 8 weeks until birth. എന്താണ് പീരീഡ് ഓഫ് ദ ഫോർച്ചേഴ്സ് എന്ന് പറഞ്ഞാല്? പീരീഡ് ഓഫ് ദ ഫോർച്ചേഴ്സ് പറഞ്ഞേ. 8 ആഴ്ച മുതൽ ജനനം വരെയുള്ള പീരീഡ്. ഫോർച്ചേഴ്സ് എന്ന് പറഞ്ഞാല് ഗർഭപിണ്ഡം, ഓർഗൻസ് വലുതാവുകയും ശരീരം ഗർഭപിണ്ഡത്തെയാണ് ഫോർച്ചസ് എന്ന് പറയുന്നത്. അതായത്
8 വീക്ക് മുതൽ അൺടിൽ ദ ബർത്ത് വരെയുള്ള ഒരു ടൈം അല്ലേ? ആ പീരീഡ് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്? ഫോർട്ടസ് എന്ന് വെച്ചാൽ എന്താ? All the organs. എന്താണ്? ഗർഭപിണ്ഡം. കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയില്ല മാം, ഒന്നുകൂടെ പറഞ്ഞു തരുമോ? ഗർഭപിണ്ഡം അല്ലേ? ഗർഭപിണ്ഡം. ഒരു മിനിറ്റ്. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആക്ടിവിറ്റി ഒന്നും തന്നില്ലല്ലോ അല്ലേ? തന്നില്ല. എന്തോ പറഞ്ഞിരുന്നില്ലേ നമ്മള്? എന്താണോ അത് ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്യാനാ പറഞ്ഞേ, ഫെർട്ടിലൈസേഷൻ. ഓക്കെ ഓക്കെ. All the organs grow bigger and stronger. Embryo എന്ന് പറഞ്ഞാൽ ഭ്രൂണം. All the organs grow bigger and stronger. ഈ ഒരു ടൈമിൽ എന്താണ്, എല്ലാ ഓർഗൻസും വലുതാവുകയും ശക്തമാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണത് ഈ ഒരു 8 വീക്ക് തുടങ്ങി അൺടിൽ ദ ബർത്ത് വരെയുള്ള ഒരു കാലഘട്ടം. ഓക്കെ. From the 5th month onwards one can hear through a stethoscope. ഇനി ഒരു 5th month മുതൽ നമ്മൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? ഈ കുഞ്ഞിന്റെ വളർച്ച എങ്ങനെ അറിയാൻ പറ്റും നമുക്ക്? സ്റ്റെതസ്കോപ്പിലൂടെ. സ്റ്റെതസ്കോപ്പിലൂടെ നമുക്ക് അറിയാൻ പറ്റും. The body moves freely. The body moves freely എന്ന് വെച്ചാൽ എന്താണ്, കുഞ്ഞ് ഒരു 5-ാം മാസത്തിന് ശേഷം എന്താണ് കുഞ്ഞിന്റെ അനക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ, മൂവ് ചെയ്യാൻ തുടങ്ങുന്നു പതിയെ പതിയെ അല്ലെ. 5-ാം മാസത്തിലല്ലേ നിങ്ങൾ അനക്കം അറിയാൻ പറ്റിയത് അല്ലേ? സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു പീരീഡിലാണ്. ചെറിയ ചെറിയ മൂവ്മെന്റ്സിലൂടെ നമുക്കത് അറിയാൻ പറ്റും. Then one can feel the mother's skin bubble where the arm or leg is kicking out. എന്താണ്, എങ്ങനെയാണ് നമുക്ക് കുഞ്ഞിന്റെ അനക്കം തിരിച്ചറിയുന്നത്? അതായത് ഇങ്ങനത്തെ നമ്മളുടെ വയറാണെങ്കിൽ എന്താണ് കുഞ്ഞ് അനങ്ങുന്നത് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ? ഇങ്ങനെ മുഴച്ചു വരും, ഇങ്ങനെ പൊന്തി പൊന്തി വരും അല്ലെ? നമ്മൾ ടച്ച് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ടച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അതിന് ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് അവര് മൂവ് ചെയ്യുന്നത് നമുക്ക് വയറിന് പുറത്തുകൂടി നമുക്ക് കാണാൻ സാധിക്കും. ബഗിൾ എന്താണ്, സ്കിൻ ബഗിൾ എന്ന് വെച്ചാൽ എന്താണ്, മൂവ് ചെയ്യുന്നത് അല്ലെ? അത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തു. ഓക്കെ, കണ്ടവർക്ക് അറിയാൻ പറ്റും അല്ലെ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഓക്കെ, കണ്ടിട്ടുണ്ട്, അനുഭവിച്ചവർക്കും അറിയാൻ പറ്റും. When arm or leg is kicking out, എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത്? ലെഗ്സും ആമും ഒക്കെ വെച്ചിട്ട് കിക്ക് ചെയ്യും. യെസ്, അതായത് അവര് ലെഗ്സും ആംസും ഒക്കെ വെച്ചിട്ട് മൂവ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ സ്കിൻ ഇങ്ങനെ ബഗിൾ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു അനക്കം തട്ടുന്നു അല്ലെ? ബഗിൾ ചെയ്യുന്ന വെച്ചാൽ എന്താ പറയാ, ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യും. വയറിപ്പോ ഒരു നോർമൽ വയറാണെങ്കിൽ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അനങ്ങുന്ന ഒരു പൊസിഷൻ ആയിരിക്കും. അങ്ങനെ മൊഴിച്ച് വരും പോലെ തോന്നും. മുഴച്ച് വരുന്ന ഒരു അവസ്ഥ കേട്ടോ, അതാണ് ബഗിൾ ചെയ്യാന്ന് പറയുന്നത്. അതായത് ആംസും ലെഗ്സും കൊണ്ട് ഇങ്ങനെ ചവിട്ടുന്ന സമയത്ത് അത് നമുക്ക് പുറത്തേക്ക് കാണുന്നത് അങ്ങനെയാണ്. Some babies suck their thumb. എന്താണ്, ചില കുട്ടികൾ എന്തായിരിക്കും ചെയ്യുന്നത്? വിരല് സക്ക് ചെയ്യും. വിരല് സക്ക് ചെയ്യുന്നുണ്ടാവാം. പിന്നെന്താണ്, some yawn and stretch out. എന്താണ്, ചിലര് കിടന്ന് യാന്ന് വെച്ചിട്ട് എന്താണ്, അലറുകയും സ്ട്രെച്ച് ചെയ്യും. അതായത് വളരെയധികം ഡിസ്റ്റർബൻസ് കാണിക്കുന്ന സമയത്താണ് കുറച്ചും കൂടി ബബിൾസ് അല്ലെങ്കിൽ അനക്കം നമുക്ക് കുറച്ചും കൂടി അറിയാനായിട്ട് സാധിക്കുന്നത്. ചില ടൈമിൽ, അതായത് 5 മാസം കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് പോകുന്ന ടൈമിൽ എന്താണ്, അനക്കം കൂടിക്കൂടി വരും അല്ലെ?
ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമല്ല, ഒരുപാട് തവണ അനക്കം കൂടി വരും. ചില കുട്ടികൾ ഭയങ്കര അനക്കമായിരിക്കും. ചിലപ്പോൾ ആൺകുട്ടികൾക്ക് നല്ല അനക്കം കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യമാണോ നമുക്ക് അറിയില്ല, അതൊന്നും തെളിയിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എന്താണ്, അവർ ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്യും, ഇറിറ്റേറ്റഡ് ആവുന്ന ടൈമിലൊക്കെ, അവർ കിക്ക് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് സ്കിന്നിലൂടെ നമ്മുടെ വയറിന് പുറത്തായിട്ട് ഇങ്ങനെ കിക്ക് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ബഗ്ല ചെയ്യുന്ന പോലെ കാണാൻ സാധിക്കുന്നത്. അത് ഏതൊരു പീരീഡിലാണ്? ഹലോ, സ്ട്രെച്ച് ചെയ്യാൻ ഇങ്ങനെ വലിഞ്ഞു നീളുക, നീണ്ട് നിവർന്ന് നീണ്ട് ഓ റേഞ്ച് പോയെന്ന് തോന്നുന്നു. ടീച്ചറിനെ കാണുന്നില്ലല്ലോ, മൊത്തം പോയി. കട്ടായോടാ കോള്? ഫുള്ള് കട്ടായോ? കോള് കട്ടായിട്ടില്ല, ടീച്ചറിന്റെ തോന്നുന്നു. ഒന്നും കാണുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ. കോള് കട്ടായിട്ടില്ല. ഞാൻ ടീച്ചർ വിചാരിച്ചു എനിക്ക് പോയി. റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് കാണാത്തതാന്ന്. അതെ, ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതാണേ. സെക്കൻഡേ. ഓക്കെ മിസ്. ഓക്കെ, പവറൊന്നും ഓഫായി പോയതാ. കാണാമോ? ഇല്ല മിസ്, കാണാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പോഴോ? ഇപ്പോഴും ഇല്ല. കാണാം. PDF ആണോ? PDF ആണോ? ഒന്ന് കാണുന്നില്ല മിസ്സേ. സമാധാനപ്പെടുക. പിൻ ചെയ്തു. വെയിറ്റ് ചെയ്യണേ. ഇപ്പൊ കാണാമോ? ഇപ്പൊ കാണാം മിസ്. കാണാം. ഓക്കെ, അപ്പൊ പീരീഡ് ഓഫ് ദ ഫോർച്ചസ് മനസ്സിലായോ? മനസ്സിലായി. നെക്സ്റ്റ്, മനസ്സിലായി. the baby at birth. Baby at birth. ഇനി ഒരു കുഞ്ഞിന്റെ ജനനം അല്ലെ? ആ ബർത്തില് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, നോക്കേണ്ടത്? കുഞ്ഞിന്റെ വെയിറ്റ് അല്ലെ, ഹാർട്ട് ബീറ്റ് നോർമൽ ആണോ, കുഞ്ഞ് ഫസ്റ്റ് ആദ്യമായിട്ട് കരയുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? ആർക്കും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. Okay. The normal weight of a child is about 7 pounds or 3 kg. ഒരു നോർമൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു കുഞ്ഞിന്റെ? 3 നോർമൽ കിലോഗ്രാം. വെയിറ്റ് 3 കിലോഗ്രാം ആണ് മാക്സിമം അല്ലെ? 2 ആയാലും കുഴപ്പമില്ല. ഏറ്റവും കുറഞ്ഞ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രയായിരിക്കും? 2. 2.5 ആണോ ടീച്ചർ? ടീച്ചറിനെ താഴെ
2 കിലോയിൽ കുറവായിരിക്കും, അല്ലെങ്കിൽ ഒരു 1500 അല്ലെ, ആ ഒരു അതിൽ കുറവായിട്ട് വരുമ്പോഴാണ് എന്താ അണ്ടർ വെയിറ്റ് വരുന്നത് അല്ലെ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എന്താ ചെയ്യാറ്? ചൂടിൽ റേഡിയന്റ് വാർമറിൽ ഇടും നമ്മൾ അല്ലെ, ചൂടില്. ഓക്കെ, PDF കാണുന്നുണ്ടോ പിള്ളേരെ? ഉണ്ട് കാണുന്നുണ്ട്. ഓക്കെ, എന്താണ് ഏകദേശം ഒരു 3 കിലോഗ്രാം എങ്കിലും കുഞ്ഞ് ഉണ്ടായിരിക്കണം. അതാണ് ഒരു നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത്. അതിൽ കുറവാണെങ്കിൽ മാത്രം എന്തെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി, എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുഞ്ഞിന് ഉണ്ടാവുന്നത്. ഫസ്റ്റ് ട്രൈ ആഫ്റ്റർ ദ ബർത്ത്, എടോ ആരുടെ എക്കോ കേൾക്കുന്നുണ്ടോ? ഒന്ന് മ്യൂട്ട് ചെയ്തോ. ഫസ്റ്റ് മ്യൂട്ട് ചെയ്യടോ. Okay, the first cry after the birth helps the lungs of the child to begin functioning. Okay, കുഞ്ഞ് എന്തിനാണ് ജനിക്കുമ്പോൾ തന്നെ ആദ്യമായി കരയുന്നത്? എന്തിനു വേണ്ടിയാണ് കരയുന്നത്? മിൽക്ക്. ഒന്ന് ക്ലൈമറ്റ് മാറി പുറത്തേക്ക് വന്നിട്ടുള്ള ആ ഒരു ഇത് എങ്ങനെയാ പറയുന്നത് അറിയില്ല. എവിടെ പോയിരുന്നപ്പോ ക്ലൈമറ്റ് മാറാൻ വേണ്ടി ചൂടിലായിരുന്നു? അതുവരെ വയറിന്റെ ഉള്ളിലല്ലേ കിടക്കുന്നത്. ആദ്യമായിട്ട് പുറത്ത് വന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കരയുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കുഞ്ഞിന് പെട്ടെന്ന് ക്ലൈമറ്റ് മാറും. കുഞ്ഞ് ചൂടിലായിരുന്നു 9 മാസം അല്ലെ. അവര് ബ്രീത്തിങ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നത്. പറയുന്നതിനാണ് കുഞ്ഞ് ആ ഒരു ലങ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉറക്കെ അങ്ങോട്ട് കരയുന്നത്. എന്താണ് ആ ഒരു ടൈം വരെ എന്താണ് കുഞ്ഞിന്, ഇയാൾ പറഞ്ഞത് ശരിയാണ് അല്ലെ, ക്ലൈമറ്റ് മാറി. കുഞ്ഞ് ഇത്രയും നാൾ അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നു. പുറത്തുവന്ന സമയത്ത് അവരുടെ ലങ്സ് ഫങ്ഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ആ ഒരു സമയത്ത് എന്താണ് ഈ ഒരു സൗണ്ട് മാത്രം, ഒരു കരയാൻ മാത്രമേ കുഞ്ഞിന് ആദ്യത്തെ ഒരു ടൈമില് പറ്റുകയുള്ളൂ. അപ്പൊ കരയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും ഉറക്കെ കരയുന്നത് കുഞ്ഞല്ലേ. ലങ്സ് ഓഫ് ദ ചൈൽഡ് ടു ബിഗിൻ ഫങ്ഷനിങ്, കുഞ്ഞിന്റെ ശ്വാസകോശം വികസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുഞ്ഞ് ഉറക്കെ കരയുന്നത്. The newborn child tries to adjust with the new environment അല്ലെ. ആ ഒരു ന്യൂ എൻവയോൺമെന്റ്, പുതിയ പരിസ്ഥിതിയിലേക്ക് കുഞ്ഞ് ഇഴകിച്ചേരുന്ന ഒരു അവസ്ഥയാണ് എന്താ കുഞ്ഞ് കരയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ കുഞ്ഞിന്റെ കരച്ചില്? കേട്ടിട്ടുണ്ട് മിസ്. The child sudden walking, choking, irregular respiration, sneezing and similar symptoms of instability in the initial period after birth shows reactions while it attempts to adjust to the new environment. Okay, എന്താണ് അവിടെ പറയുന്നത്? നമ്മൾ പറഞ്ഞു കുഞ്ഞ് കരയുന്നത് എന്താണ്, കുഞ്ഞിന്റെ ഒരു പുതിയ എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുഞ്ഞത് ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഉറക്കെ കരയുന്നത്. അതിന്റെ ലങ്സിന്റെ പ്രവർത്തനങ്ങൾ ഫംഗ്ഷനിങ് കൃത്യമായി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത് കുഞ്ഞ് ഉറക്കെ കരയുന്നത്. ഇനി പിന്നെ അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? പുറത്തു വന്നതിന് ശേഷം വേക്കപ്പ് ആവുന്നു അല്ലെ. കുഞ്ഞ് കൈക്കാലുകളൊക്കെ ഇട്ടിട്ട് ഇളക്കി നോക്കും. അതായത് ജനനത്തിന് ശേഷമുള്ള ആ ഒരു പീരീഡ് അല്ലെ, ആദ്യത്തെ കരച്ചില് കുട്ടി എന്തിനു വേണ്ടിയിട്ടാണ് കരയുന്നത്? ശ്വാസകോശത്തെ പ്രവർത്തനക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുഞ്ഞ് ആദ്യമായിട്ട് കരയുന്നത് അല്ലെ. അതെ, പിന്നെന്താണ്, ആ കുഞ്ഞ് തന്റെ അന്തരീക്ഷവുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? തന്റെ കരച്ചിലൂടെയാണ് കുഞ്ഞത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് ഇഴകി ചേരാനായിട്ട് കുഞ്ഞ് തന്റെ കരച്ചിലൂടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ദ ചൈൽഡ് സഡൻസ് വേക്കിംഗ്, അതായത് കുഞ്ഞിന്റെ പെട്ടെന്നുള്ള ഉണർവ് അല്ലെ. വേക്ക എന്ന് വെച്ചാൽ പെട്ടെന്നൊന്ന് ഉണരുക അല്ലെ, പെട്ടെന്നുള്ള ഉണർവ്. അതുപോലെ തന്നെ എന്താണ് ചോക്കിംഗ്, അതായത് ശ്വാസം എടുക്കുന്നു അല്ലെ, ശ്വാസം എടുക്കുന്നതിന് ദെൻ ഇറഗുലർ റെസ്പിറേഷൻ, അങ്ങനെ കൃത്യമായ രീതിയിൽ കുഞ്ഞിന് ശ്വാസോച്ഛ്വാസം നടക്കാത്തൊരവസ്ഥ അല്ലെ. അത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, അതിലേക്ക് വരുന്നുള്ളൂ. കുഞ്ഞ് നോർമലായിട്ട് ശ്വാസം എടുത്ത് വരുന്നുള്ളൂ അല്ലെ. ഫസ്റ്റ് ജനിച്ചൊരു കുഞ്ഞല്ലേ, അത് തുടങ്ങാൻ പോകുന്നുള്ളൂ, ഒന്നും അറിയില്ല. അപ്പൊ അത് തനിയെ തന്നെയാണ് അത് ചെയ്യുന്നത് അല്ലെ.
ഫസ്റ്റ് എന്താണ് കുഞ്ഞു മരുന്നു ഫസ്റ്റ് കുഞ്ഞു കരയുന്നു, പിന്നെ എന്താണ് പെട്ടെന്ന് ആ കരച്ചിൽ നിന്നൊരു ഉണർവ് ഉണ്ടാകുന്നു കുഞ്ഞിന്. അതിനുശേഷം എന്താണ് കൃത്യമായ രീതിയിൽ ഇറഗുലർ ആയിട്ടുള്ള റെസിപ്രേഷൻ ഉണ്ടാകും. റെസിപ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശ്വാസോച്ഛ്വാസങ്ങൾ അല്ലെ, ശ്വാസം വിടുന്നത് കൃത്യമായിട്ടായിരിക്കില്ല, അത് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ ഉള്ളൂ അല്ലെ. അതായത് ക്രമരഹിതമായിട്ടുള്ള ശ്വസനം, കൃത്യമായ രീതിയിൽ ഹാർട്ട് ബീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെന്താണ് സ്നീസിങ് എന്താണ് സ്നീസിങ് തുമ്മുന്നു അല്ലെ, തുമ്മ ചുമക്ക അങ്ങനെ പല പല സിംറ്റംസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. Then sneezing and similar symptoms of instability in the initial period after birth shows its reactions while attempts to adjust to the new environment. അതായത് ആ കുഞ്ഞ് ഒരു ന്യൂ എൻവയോൺമെന്റ് ആയിട്ട് ഇണങ്ങി വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള രീതിയിലാണ് അതിന്റെ ബോഡി റിയാക്ട് ചെയ്യുന്നത്. അതായത് എങ്ങനെയൊക്കെയാണ് കുഞ്ഞ് കരയുന്നു, പിന്നെ എന്താണ് കൃത്യമായ രീതിയിൽ ശ്വാസം എടുക്കുക, ക്രമരഹിതമായിട്ട് ശ്വാസം എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു, തുമ്മുന്നു, ചുമയ്ക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് പതിയെ കരഞ്ഞ് എന്താണ് ആള് കാമാവുന്നത് അല്ലെ, കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങുന്നു. അങ്ങനെയല്ലേ സാധാരണ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, കരഞ്ഞു ഉറങ്ങുന്നു. അതെ, നിങ്ങൾ കണ്ടാക്കുന്നത് അങ്ങനെയാണോ കണ്ടാക്കുന്നത്? ആണോ അല്ലല്ലോ. വേറൊരു കാര്യം കൂടി ഇല്ലേ, ജനിച്ച കുഞ്ഞിങ്ങനെ പാല് കുടിക്കില്ലേ? പാല് കുടിക്കും. ഫീഡ് ചെയ്യും അല്ലേ, കുഞ്ഞിന്റെ മുലപ്പാല് അപ്പൊ തന്നെ എന്താണ് ഫീഡ് ചെയ്യുന്നു അല്ലെ, മുലപ്പാൽ അപ്പൊ തന്നെ കൊടുക്കുന്നു. അതിനുശേഷം എന്താണ് ആളൊന്ന് കാമായി വരും, പിന്നെയും കരയും അല്ലെ, അതെന്ത് എന്തുകൊണ്ടാണ് കരയുന്നത്? ആൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, എൻവയോൺമെന്റുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്വാസോച്ഛ്വാസങ്ങൾ കൃത്യമായിട്ട് ലങ്സിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, പതിയെ എന്താണ് അത് എൻവയോൺമെന്റ് ആയിട്ട് സെറ്റായി വരുന്ന സമയത്ത് എന്താണ് നല്ല രീതിയിൽ ശ്വാസോച്ഛ്വാസങ്ങളും കൃത്യമായിട്ട് ശ്വാസം എടുക്കാനും പുറത്തേക്ക് വിടുവാനുള്ള, അത് ഇൻഹെയിൽ ചെയ്യാനും എക്സെയിൽ ചെയ്യാനൊക്കെ കൃത്യമായത് തുടങ്ങുന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടെയൊക്കെ ഒരു ജനനം എന്ന് പറയുന്നത്. എല്ലാവരും ഈ ഒരു രീതിയിൽ തന്നെയാണ് അകത്തുനിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായില്ല? ഇത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? നോർമലി നമ്മളുടെ റിയാലിറ്റിയിൽ നടക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ? യെസ്, അറിയുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ മിണ്ടണ്ടേ, ചോദിച്ചപ്പോ പറയണ്ടേ? യെസ് മിസ്, മനസ്സിലായി. യെസ്. ഓക്കെ, ഇനിയിപ്പോ നമ്മള് നോക്കിയ ഭാഗങ്ങളൊന്നും കൂടി നോക്കാം. പീരീഡ് ഓഫ് ഇതില് പഠിക്കണതിന് ഉള്ള കാര്യം എന്താ? എന്താണോ ഈ മോണ്ടിസോറിന്റെ ഇതില് ഇത് പഠിക്കണതിനുള്ള കാര്യം എന്താ? എന്തിനാണ് ഇയാള് മോണ്ടിസോറിയിൽ ജോയിൻ ചെയ്തത്? കുട്ടികളെ ഇതാക്കാന്നുള്ളതാണ്. എന്താണ് ഫാത്തിമ പറയുന്നത്? ഇതിൽ ഉൾപ്പെടുത്താനുള്ള റീസൺ എന്താന്നുള്ളതാണ് ചോദിച്ചത്. പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എന്തിനാണ് മോണ്ടിസോറിയിൽ ജോയിൻ ചെയ്തത്, എന്തിനാണ് പഠിക്കുന്നതെന്നൊക്കെ തോന്നുന്നത്. ഇനി സയൻസ് ആണോ ബയോളജി ആണോ പഠിക്കണമെന്നൊക്കെ ഡൗട്ട് വന്നാ എനിക്ക്. നമ്മള് മോണ്ടിസോറിയിലെ ആ ചൈൽഡ് സൈക്കോളജിയുടെ ഭാഗമാണ് നോക്കണം. അപ്പൊ നമ്മള് കുഞ്ഞിന്റെ കാര്യങ്ങള് അത്ര ബേസിക് ഒടുങ്ങി പഠിക്കണ്ടേ. പെട്ടെന്ന് ഒരു 1ാം ക്ലാസ്സിലെ കുട്ടീനെ പെട്ടെന്ന് പോയൊക്കെ പഠിപ്പിക്കാൻ പറ്റുമോ? കുഞ്ഞ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെ എവിടം വരെ ആയി എന്നുള്ളത് ആ ഒരു ഡെവലപ്മെന്റ്സ് നമുക്ക് അറിഞ്ഞാലല്ലേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതെ, ഇവിടെ ഗ്രൂപ്പിൽ എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മള് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണോ പഠിക്കുന്നത്, മോണ്ടിസോറി ആണോ പഠിക്കുന്നത്? ഇത് എല്ലാ വിഷയത്തിനെ കുറിച്ച് പഠിച്ചിരിക്കും മോണ്ടിസോറി കഴിയുമ്പോഴേക്കും കേട്ടോ. ഓക്കെ, പീരീഡ് ഓഫ് ദി ഓവം ആർക്ക് പറയാൻ പറ്റും? പീരീഡ് ഓഫ് ദി ഓവം ഞാൻ പറയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോ പറഞ്ഞു ആ യൂട്രസിന്റെ ലൈൻ അല്ലെ, ആ ലൈനിങ് പൊട്ടുന്നു എന്ന് പറയും അല്ലെ. പൊട്ടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ പീരീഡ്സ് ആവുന്നു എന്ന് പറഞ്ഞു. ലൈനിങ് പൊട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്?
പ്രഗ്നന്റ് ആകും. യൂട്രസില് ആ ഓം അത് പിടിച്ച് ആ ഭ്രൂണം പിടിച്ച് അത് എന്താണ് കുഞ്ഞാകും അല്ലേ? ഓക്കെ, അത്ര അറിയാലോ നിങ്ങൾക്ക് ബേസിക് ആയിട്ട്? അറിയാം. ഓക്കെ, ഇനി പറഞ്ഞോളൂ ആർക്കാണ് ധൈര്യമുള്ള പറഞ്ഞോളൂ. Periods of the ovum. After the egg is liberated from the ovary, it moves into the fallopian tube. It stays there for about 24 hours, waiting for a single. മനസ്സിലായത് പറഞ്ഞാൽ മതി, അത് വായിക്കണ്ടാവും. മനസ്സിലായത് പറഞ്ഞാൽ മതി. ഓവറിയിൽ നിന്ന് എഗ് ലിബറേറ്റ് ആയ ശേഷം അത് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് വരുന്നു. അതവിടെ 24 മണിക്കൂർ സ്റ്റേ ചെയ്യുന്നു. സ്പേമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സ്പേം വന്നു കഴിഞ്ഞാൽ ഫെർട്ടിലൈസ് ആകുന്നു. അത് പിന്നീട് പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് വളരാൻ തുടങ്ങുന്നു. ഒരുപാട് സെല്ലുകളായിട്ട് മാറുന്നു. ആ സെൽ ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പതുക്കെ ഫെലോപ്പിയൻ ട്യൂബ് വഴി യൂട്രസിലേക്ക് മൂവ് ചെയ്യുന്നു. യൂട്രസിലെ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്തു. ഇതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അവിടെ വീണ്ടും അത് വളരുന്നു. ഈ സമയത്ത് പ്ലാസന്റെ വഴി ആംബ്ലിക്കൽ കോഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് അത് ഡെവലപ്പ് ചെയ്യുന്നു. അമ്മയുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്നുള്ള ന്യൂട്രീഷ്യൻസ് ഇതുവഴിയാണ് അതിന് ലഭിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. ജസ്മി താരിഖ് ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞോട്ടോ. ഓക്കെ, ഇനി പീരീഡ് ഓഫ് ദ എംബ്രിയോ. പീരീഡ് ഓഫ് ദ എംബ്രിയോ ആര് പറയും? ഞാൻ പറയാം. ഇതാണ് ഞാൻ. ദിവ്യ. പേര് പറയടോ. ദിവ്യ. ദിവ്യ ദേവു. For the first 2 months, the new life is called embryo. During this period, all the important external and internal resources start to develop and function. ആദ്യത്തെ 2 മാസത്തിനുള്ളിൽ പുതിയ ലൈഫ്, അതായത് എംബ്രിയോ ഭ്രൂണം വളരാൻ തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഡ്യൂറിങ് ദിസ് പീരീഡ്, ഈ സമയത്ത് നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും ഫങ്ഷൻ ചെയ്യാനും തുടങ്ങും. Different cells are made such as blood cells നമ്മുടെ കോശങ്ങളായ blood cells, bone, muscles, ഇങ്ങനെയൊക്കെ ഫങ്ഷൻസ് എല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ by 8 weeks the tiny heart had been beating for almost a month. ഒരു മാസത്തിന്, അതായത് 8 ആഴ്ചക്കുള്ളിൽ. സമാധാനമായിട്ട് പറഞ്ഞാൽ മതി, നിർത്തി പിടിക്കണ്ട, പറഞ്ഞോ. ഓക്കെ. By 8 weeks, the tiny heart had been beating for almost a month. ഒരു മാസത്തിനുള്ളിൽ ഹാർട്ട് ബീറ്റ് ഒക്കെ 8 വീക്ക് ആവുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഹാർട്ട് ബീറ്റ് ഒക്കെ മിടിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടാവും. The lungs, liver, stomach and brain start to form and the sex organs are developed enough to determine the sex, the embryo. അതായത് കുറച്ച് കഴിയുമ്പോഴേക്കും 8 months അതെല്ലാം കഴിയുമ്പോഴേക്കും നമ്മുടെ ലങ്സ്, ലിവർ, സ്റ്റൊമക്ക്, ബ്രെയിൻ ഇതെല്ലാം വളരാൻ തുടങ്ങും, ഫോം ചെയ്യാൻ തുടങ്ങും. പിന്നെ സെക്സ് ഓർഗൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വെരി ഗുഡ്. താങ്ക് യു മിസ്. ഓക്കെ, നെക്സ്റ്റ് പീരീഡ് ഓഫ് ദി ഫോറ്റസ്. ആരാണ് പറയുന്നത്? ഞാൻ പറയാം. ഈ പീരീഡ് 8 ആഴ്ച മുതൽ ബർത്ത് വരെയുള്ള, ജനനം വരെയുള്ള സമയമാണ്. ഈ സമയത്താണ് കുട്ടി ഭ്രൂണം എന്നുള്ള അവസ്ഥയിൽ കൂടുതൽ സ്ട്രോങ്ങറും അത് വലുപ്പം വെക്കാനും തുടങ്ങുന്നത്. ഈ 5-ാം മാസത്തിലാണ് കുട്ടിയുടെ അനക്കം നമുക്ക് സ്റ്റെതസ്കോപ്പ് വഴി അറിയാൻ പറ്റുന്നത്. ആ സമയത്ത് കുട്ടിയുടെ അനക്കം നമുക്കറിയുന്നതോട് കുട്ടി ഫ്രീ ആയിട്ട്, സ്വതന്ത്രമായിട്ട് യൂട്രസിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. അത് നമുക്ക് തിരിച്ചറിയുന്നത് കുട്ടി കാലും കൈയിട്ട് അനക്കുമ്പോൾ അമ്മയുടെ ശരീരത്തിലുണ്ടാകുന്ന പകൽസ് അനക്കങ്ങളും വൈബ്രേഷനും വഴിയാണ്. പിന്നെ ആ കുട്ടി ശബ്ദം എടുക്കുന്നതും സ്ട്രെച്ച് ഔട്ട് ചെയ്യുന്നതും ഒക്കെ
നമുക്ക് ഈ അനക്കങ്ങളിലൂടെ മനസ്സിലാക്കാം. ആ സമയത്താണ് നമുക്ക് കൂടുതൽ അനക്കങ്ങൾ അനുഭവപ്പെടുന്നത്. ഓക്കെ, ഞാനിപ്പോ കോഡ് കട്ട് ചെയ്താൽ നിങ്ങളുടെ ചാറ്റ് കൂടെ തീരോട്ടോ. പറഞ്ഞല്ലോ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ആ പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴാണോ? കോഴ്സസിന്റെ പീരീഡ് എപ്പോഴാണ്? 8 weeks until birth. 8 ആഴ്ച. ഇനി the baby at the birth. ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞു, 3 പേരും പറഞ്ഞു. The normal weight of a child is about 7 pounds or 3 kg. ജനിക്കുന്ന സമയത്ത് കുട്ടിക്ക് 3 കിലോ തൂക്കം നോർമലായിട്ട് വേണം. The first cry after the lungs of the ലങ്സിൻ്റെ ഇതിന് വേണ്ടി ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ബേബിൻ്റെ ഫസ്റ്റ് ക്രൈ സഹായിക്കുന്നത്. അത് പുതിയ എൻവിറോൺമെന്റ് ആയിട്ട് കുട്ടി അഡ്ജസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഈ കരച്ചില്. കുട്ടി പെട്ടെന്ന് പെട്ടെന്ന് എന്താ പറയാ റെസ്പിറേഷൻ ചെയ്യാനും തുമ്മാനും അതോണം സിമിലർ ആയിട്ടുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ പീരീഡ് ആഫ്റ്റർ ഷോസ് പുതിയ എൻവിറോൺമെന്റ് ആയിട്ടുള്ള ഒരു ചെയ്യുന്നത്. പുതിയ എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് ഈ ഒരു പ്രോസസ് ഒക്കെ ബോഡിയിൽ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ആരാണ് പറയുന്നത്? ഞാൻ പറയാം. സാധാരണ ഒരു ബേബിന്റെ വെയിറ്റ് 7 പൗണ്ട്സ് അല്ലെങ്കിൽ 3 കിലോഗ്രാം വരെ ആണ് വേണ്ടത്. ആദ്യം കുഞ്ഞ് കരയുമ്പോൾ അതിന്റെ ലങ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ശ്വാസകോശം പ്രവർത്തനമാക്കാൻ കുഞ്ഞ് ആദ്യമായിട്ട് കരയുന്നത് നല്ലതായിരിക്കും. ഈ കുഞ്ഞ് എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുഞ്ഞ് കരയുന്നു. ശേഷം ക്രമരഹിതമായ ശ്വസനം നടക്കുന്നു. തുമ്മൽ, ചുമ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുഞ്ഞിൻ്റെ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ന്യൂ എൻവയോൺമെന്റുമായിട്ട് കുഞ്ഞ് പ്രതികരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം ഉണ്ടാവുന്നത്. പതുക്കെ കുഞ്ഞ് നമ്മുടെ ഈ പുതിയ എൻവയോൺമെന്റുമായിട്ട് പൊരുത്തപ്പെടുന്നു. കുഞ്ഞ് അമ്മയുടെ മുലപ്പാലെല്ലാം കുടിക്കുന്നു. പിന്നെ ലങ്സിന്റെ പ്രവർത്തനം കറക്റ്റായിട്ട് വരുന്നു. ശ്വാസോച്ഛ്വാസം എല്ലാം കറക്റ്റ് ആകുന്നു. കുഞ്ഞ് നോർമലായിട്ട് സാധാരണ രീതിയിലാവുന്നു. വേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കുന്നത്, ശ്വാസം മുട്ടൽ. ഇറഗുലർ റെസ്പിറേഷൻ വെച്ചാല് ക്രമരഹിതമായിട്ടുള്ള ശ്വാസോച്ഛ്വാസം. സ്നീസിംഗ് എന്ന് പറഞ്ഞാല് തുമ്മല്. ചൈൽഡ് സഡൻ വേക്കിംഗ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ഉണരുന്നു, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇനി ഓക്കെ, അപ്പൊ നമ്മളുടെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റഡ് ആവുകയാണ് കേട്ടോ. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന ഭാഗത്തില് ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അല്ലെ, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് കുഞ്ഞിന്റെ ഗ്രോത്തിന്റെ ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അറ്റ് ബർത്ത് വരെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ ചാപ്റ്റർ തീർന്നു കഴിയുമ്പോഴാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസുകൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് തരുന്നത്. അതറിയാമോ? ഈ ചാപ്റ്ററിന്റെ ഇന്നോ നാളെയായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ഏതാണ് എടുത്തു വെക്കേണ്ടത്? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എടുത്തു വെക്കുക കേട്ടോ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. മോക്ക് ടെക്സ്റ്റിനുള്ള ക്വസ്റ്റ്യൻസുകൾ ഇട്ട് തരും. ഇനി എടുത്തു വെക്കേണ്ട ചാപ്റ്റർ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ, എല്ലാവരും കേട്ടല്ലോ? ഇനി ഒരു ആക്ടിവിറ്റി തരാം.
വരയ്ക്കാൻ പറ്റുന്നവർ വരയ്ക്കാം, അല്ലെങ്കിൽ അതിന്റെ പിക്ചർ ഒട്ടിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് ഒരു കുഞ്ഞിന്റെ അതായത് 1 month, അതായത് കുഞ്ഞ് അതായത് നമ്മുടെ ഭ്രൂണം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് അത് എൻഡ് വരെ കുഞ്ഞ് ജനിക്കുന്ന ഒരു പൂർണ്ണ വളർച്ച എത്തുന്ന ഒരു പ്രായമില്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ ചെറിയൊരു അണ്ടത്തിൽ തുടങ്ങിയിട്ട് കുഞ്ഞിന്റെ വളർച്ചകൾ കാണിക്കുന്ന ഒരു പിക്ചർ കണ്ടിട്ടുണ്ടോ നിങ്ങള് ഗൂഗിളില്? കണ്ടിട്ടുണ്ട്. മനസ്സിലായി? ഓരോ മന്തിലെ ഡെവലപ്മെന്റ്സ് കാണിച്ചുകൊണ്ട്, അതായത് 9 monthsലെ ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ വീക്ക് ബൈ വീക്ക് എങ്ങനെ വേണമെങ്കിലും. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കത്, അതായത് ഇത് നിങ്ങളുടെ ബുക്കാണെന്ന് വിചാരിക്കുക കേട്ടോ, നിങ്ങളുടെ ബുക്കാണെന്ന് വിചാരിക്കുക. അപ്പൊ ജസ്റ്റ് ഒരു ബോക്സ് വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു A4 ഷീറ്റ്, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നോട്ട്ബുക്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം, A4 ഷീറ്റ് പേപ്പറിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഒരു പേജ് കവിഞ്ഞൊന്നും ചെയ്യേണ്ട, അതിൽ ഒതുങ്ങാവുന്ന തരത്തിൽ ആ ഒരു വളർച്ച, കുഞ്ഞിന്റെ വളർച്ച 9 month വരെയുള്ള ഒരു വളർച്ച ഒന്നിൽ പിക്ചർ വരയ്ക്കുക അല്ലെങ്കിൽ ഒട്ടിക്കുക. മനസ്സിലായോ? വരയ്ക്കാൻ കഴിയുന്നവരാണെങ്കിൽ ആ പിക്ചർ നോക്കിയിട്ട് വരയ്ക്കണം. എങ്ങനെയായിക്കോട്ടെ, അറിയാത്തവരും വേണി വരച്ചോ, അങ്ങനെ വരച്ചു പഠിക്കുന്നു. അറിയാത്തവർക്ക് എന്താണ് പിക്ചർ അത് പ്രിന്റ് എടുത്ത് ഒപ്പിക്കുക അങ്ങനെന്ന് വെച്ചാൽ അത് റിസ്ക് എടുക്കണ്ടോ, വെറുതെ ഇത് നോക്കിയിട്ട് ഒന്ന് വരച്ചു നോക്കി. ഏകദേശം രൂപം പെൻസിൽ ഉപയോഗിച്ച് രൂപം മതിയാവട്ടെ? ഏകദേശം രൂപം മതി. ഏകദേശം ആക്ടിവിറ്റി അല്ലേ, അസൈൻമെന്റ് ഒന്നുമല്ലല്ലോ, ആക്ടിവിറ്റി ആണ്. അപ്പൊ അതൊന്ന് ചെയ്തു നോക്കാം. റഫായിട്ട് റഫ് വർക്ക് പോലെ ചെയ്താൽ മതി. ഒരുപാട് അതില് മോഡിഫിക്കേഷൻസ് ഒന്നും വേണ്ട, കളർ കൊടുക്കുക അങ്ങനെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. മനസ്സിലായോ? മനസ്സിലാത്തവരുണ്ടായിരുന്നെങ്കിലോ? ആ ട്യൂബൊക്കെ വരച്ചിട്ടുള്ള അതല്ലേ ഫാലോപ്പിയൻ ട്യൂബ്? ട്യൂബ് വരയ്ക്കണ്ട, നമ്മള് ചൈൽഡ് ഡെവലപ്മെന്റ് ഇല്ല, അതായത് കുഞ്ഞു വളരുന്ന ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് അത് മാത്രം മതി. 1 month, 2 month, 2 month അങ്ങനെ 9 months വരെയുള്ള ആ ഒരു കാലയളവ്. അല്ലെങ്കിൽ വീക്ക് ബൈ വീക്ക് ആയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കൂ. വീക്ക് ബൈ എങ്ങനെ വേണമെങ്കിലും, ഇത് വീക്ക് മാത്രം ആയാൽ മതി, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഒരുപാട് പൈസ ഒന്നും ചെലവാക്കുന്ന ഒരു പരിപാടി ഇതിൽ പറഞ്ഞിട്ടില്ല. അവരവരുടെ കയ്യിലുള്ള പേനയും പേപ്പറും ഒക്കെ കൊണ്ട് മാത്രം ചെയ്യാവുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ ഈ ചാപ്റ്റർ ഫുൾ ആയിട്ട് നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻസ് തരുന്നത് നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ പറഞ്ഞോ ടീച്ചറെ? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. നമ്മൾ സൈക്കോളജി ഭാഗങ്ങൾ അന്വേഷിക്കും നോക്കുന്നത് കേട്ടോ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. അപർണ മിസ് എവിടെ വരെ എടുത്തു നിങ്ങൾക്ക്? അപർണ മിസ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ 4ാമത്തെ ലെസണിൽ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്. അത് കംപ്ലീറ്റഡ് ആണോ? കംപ്ലീറ്റ് ആയി. ക്വസ്റ്റ്യൻസ് ആണോ? യെസ്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആക്ടിവിറ്റീസ് എന്തായിരുന്നു? ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നല്ലോ. ചെറിയൊരു മോക്ക് ടെസ്റ്റ് പോലെ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണോ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്നത്? ആദ്യമായിട്ടാണ് ടീച്ചർ. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ചെയ്യാൻ പറ്റുന്നല്ലേ? ചെയ്യാൻ പറ്റുന്ന ഇല്ല മിസ്, അത് വരച്ചാ പോരെ. എന്താടോ ക്ലിയർ ആയില്ല? ഗൂഗിളിലും പോരെ. മതി. എനിക്കിതിൽ നെറ്റ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ കാണിച്ചു തന്നാലേ. മാം ഒരു സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ, ഇതുപോലെയാണോ എന്നൊന്ന് പറയാമോ? സ്ക്രീൻ ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടാൽ മതിയോ? അപ്പൊ ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നെറ്റ് ഒട്ടും കിട്ടുന്നില്ല, നെറ്റ് കിട്ടാന്നിട്ടാണ്. ഞാൻ കുറെ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ, കിട്ടുന്നില്ല. ക്ലാസ് റൂമിൽ ഇട്ടാൽ മതി ടീച്ചർ. ക്ലാസ് റൂമിൽ ഇട്ട് തരാം. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ആ ഒരു 9 months വരെയുള്ള ഡെവലപ്മെന്റ്സിന്റെ ചിത്രങ്ങൾ ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ. ഇത് രണ്ടാമത്തെ ആക്ടിവിറ്റി ആണോ? ഒന്നാമത്തെ ആക്ടിവിറ്റി നമ്മള് ഡെഫിനേഷൻസ് ചെയ്തല്ലേ? അതെ. ഓക്കെ, ഇവിടെ കാണാലോ. കാണാം. ഒരു സെക്കൻഡേ. യെസ്, ഇത് തന്നെ ഈ സെക്കൻഡ് പിക്ചർ.
കണ്ടോ? അതിൽ താഴെ ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ടാവും, ഓരോ വീക്ക് ബൈ വീക്ക് എന്ന് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മന്ത് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നോക്കി എഴുതാം കേട്ടോ. കാണാൻ പറ്റുന്നില്ല മിസ്. ആരോടൊക്കെ ഷെയർ ചെയ്തത്? ഞാനാണ് മാം, ഞാൻ ദിവ്യ. ഒന്നുകൂടി ഇട്ടോ ദിവ്യ. ഓക്കെ, മാറ്റല്ലേ? കണ്ടോ ഈ സെക്കൻഡ് പിക്ചർ ഇത് ആരോ മാർക്ക് കണ്ടോ? ഓക്കെ. താങ്ക് യു ദിവ്യ. ഓക്കെ, അപ്പൊ നിങ്ങളത് എന്താണ് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് എന്താണ് തേഴ്സ്ഡേ അല്ലേ? ആ ഓക്കെ, സമയം ഉണ്ടാവാലോ? ഓക്കെ കേട്ടോ, അപ്പൊ ചെയ്തിട്ട് വരാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, കിട്ടാൻ പാടാണല്ലോ. എന്താടോ? ഗൂഗിൾ ക്ലാസ് റൂമിൽ നോട്ട്സ് ഒക്കെ ഇട്ട് അത് എടുക്കാൻ എനിക്ക് അറിയത്തില്ല. അറിയത്തില്ലേ? ഇല്ല. ഇവിടുത്തെ ടെക്നിക്കൽ ടീമിനെ ഒന്ന് വിളിക്കാവോ തനിക്ക്? വിളിക്കാം. അവരോടൊന്ന് പറയാട്ടോ. അല്ലെങ്കിൽ ആരെങ്കിലും നമ്പർ കിട്ടുവാണെങ്കിൽ അവരോടാണ് ചോദിക്കായിരുന്നു. അവരോട് മെയിൽ സംസാരിക്കാം. ഐ ഡി ഉണ്ടെങ്കിൽ അതിലും വരുന്നുണ്ട് ഗൂഗിൾ ക്ലാസ് റൂം, ജിമെയിലും വരുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെക്നിക്കൽ ടീമിനെ കോൺടാക്ട് ചെയ്യാട്ടോ. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞോ നിങ്ങളുടെ മെസ്സേജ് കഴിഞ്ഞോ? ചാറ്റ് കഴിഞ്ഞോ? ഇതിന്റെ യൂണിറ്റ് ടെക്സ്റ്റ് ഒക്കെ കാണും. വരയ്ക്കാൻ പറ്റുന്നവര് വരച്ചോ, അല്ലാത്തവര് എന്താ ഒട്ടിക്കാന്ന് വെച്ചാൽ ശരിയോ? നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എക്സാം ആണോ? യൂണിറ്റ് വൈസ് ആയിട്ട് യൂണിറ്റ് വൈസ് എക്സാം ഇല്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ. താങ്ക് യു മിസ്. താങ്ക് യു.